ഹായ് മക്കളെ, 8th 9th 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന CBSE വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് സ്റ്റഡി ടൈം ടേബിൾ. പക്ഷെ സ്ക്രീനിലുള്ളത് ടൈം ടേബിൾസ് എന്നാണല്ലേ, പ്ലൂറൽ ആണുള്ളത് അല്ലേ. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഞാൻ സ്റ്റഡി ടൈം ടേബിളിന്റെ പ്ലൂറൽ ടൈം ടേബിൾസ് തന്നെയല്ലേ എന്നൊന്നും ഗൂഗിൾ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ടാണ് അങ്ങോട്ട് കയറിയത്. അഥവാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്ലൂറൽ ടൈം ടേബിൾ തന്നെയാണെങ്കിലോ. അപ്പോൾ ഇവിടെ പ്ലൂറൽ ആണുള്ളത്. ദാറ്റ് മീൻസ് ഒരു ടൈം ടേബിൾ അല്ല, ഒന്നിലധികം ടൈം ടേബിൾസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരുടെയും ബോഡി ക്ലോക്ക് ഡിഫറെന്റ് ആണ്. നമ്മൾ ഓരോരുത്തർക്കും ഡെയിലി ഉള്ള ക്ലാസ്സസ് ഡിഫറെന്റ് ആണ്. കാരണം ഇപ്പം ഒരു കുട്ടിക്ക് ഈവനിങ് ട്യൂഷൻ ഉണ്ടാവും, ഒരു കുട്ടി ട്യൂഷന് പോകുന്നുണ്ടാവില്ല, ഒരു കുട്ടി രാത്രി ലേറ്റ് നൈറ്റ് പഠിക്കുന്ന കുട്ടിയായിരിക്കും, ഒരു കുട്ടി രാവിലെ എഴുന്നേറ്റ് നിന്ന് പഠിക്കുന്ന കുട്ടിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുന്ന കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ടൈം ടേബിൾസ് നമുക്ക് ആവശ്യമുണ്ട്. സോ അങ്ങനെ എങ്ങനെ ഒരു മികച്ച മാർക്കിൽ എത്തിച്ചേരാം, അതിന് വേണ്ടിയിട്ട് ഏത് ടൈം ടേബിൾ ഫോളോ ചെയ്യണം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം ഞാൻ ഇതിന്റെ മുന്നേ ആദ്യമായി നിങ്ങളോട് പറയുകയാണ്. പാരന്റ്സ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ തലയിൽ ഒരു ടൈം ടേബിൾ ഇത് തന്നെ എന്തായാലും ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അടിച്ചേൽപ്പിക്കാതിരിക്കുക. അവർ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റഡീസിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഉറപ്പുവരുത്തുക. അതിൽ കവിഞ്ഞ് ഈ ടൈം ടേബിൾ എന്നെ ഫോളോ ചെയ്യണം, ഇന്ന മണിക്കൂർ മുതൽ ഇന്ന മണിക്കൂർ വരെ ഇതേ സബ്ജക്റ്റ് പഠിക്കാൻ പാടുള്ളൂ സാർ എന്ന് പറഞ്ഞിട്ടില്ലേ, ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കടക്കരുത് ദയവ് ചെയ്തിട്ട്. എന്നാൽ ടൈം ടേബിൾ വേണം എന്ന് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ ചെയ്തതാണ്. അത് ഫോളോ ചെയ്യാൻ ഇഷ്ടമുള്ള കുട്ടികൾ അവരിത് ഫോളോ ചെയ്യട്ടെ. അല്ലാത്തവർ അവരുടേതായിട്ടുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് ഇനഫ് അവേഴ്സ് അവർ പഠിക്കുന്നുണ്ട്, നല്ല രീതിയിൽ അവർക്ക് മാർക്ക് കിട്ടുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ ഉറപ്പുവരുത്തിക്കോളൂ. പക്ഷെ അല്ലാതെ ഒരു റൊട്ടീൻ നിങ്ങൾ അവരോട് ഇന്ന റൊട്ടീൻ അവരുടെ മേലിൽ അടിച്ചേൽപ്പിക്കാൻ നിൽക്കരുത്. ജസ്റ്റ് അവരുടെ എന്താ പറയുക റൊട്ടീൻ തന്നെ കൃത്യമായിട്ട് ഒന്ന് ഇംപ്രൂവൈസ് ചെയ്തിട്ട് വേസ്റ്റേജ് ഓഫ് ടൈം എവിടെയാണെന്ന് വരുന്നതൊക്കെ കണ്ടുപിടിച്ചിട്ട് അതൊന്ന് ഇംപ്രൂവ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് ടൈം ടേബിൾസിലൊക്കെ എന്തുകൊണ്ടാണ് നമുക്കൊരു ടൈം ടേബിൾ വേണം? ഓക്കെ, ഇപ്പം നമ്മൾ വിചാരിക്കുക നമുക്ക് ടൈം ടേബിളിന്റെ ഒരു ആവശ്യമില്ല, നമുക്ക് തോന്നുമ്പോൾ പഠിക്കാം. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ ഇല്ലെങ്കിൽ നമുക്ക് വേസ്റ്റ് ആയി പോകുന്ന അവേഴ്സിനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാവില്ല. നമുക്ക് വേസ്റ്റ് ആയി പോകുന്ന അവേഴ്സിനെ പറ്റി നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവില്ല. എന്നാൽ ഒരു ടൈം ടേബിൾ ഉണ്ട്. ഇപ്പം ഞാനിന്നൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തു, ഒരു 6 hours ഒരു ടൈം ടേബിൾ ഞാൻ എനിക്ക് വേണ്ടി സെറ്റ് ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, രാത്രി കിടക്കാതെ പോകുന്ന സമയത്ത് ഇന്ന് ഞാൻ അതൊന്നും പഠിച്ചു തന്നിരിക്കാം. ഞാൻ ആലോചിക്കും 6 hours സ്റ്റഡി ടൈം ടേബിൾ ഞാൻ 6 hours ഞാൻ വേസ്റ്റ് ചെയ്തു ലിറ്ററലി. അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് വേസ്റ്റ് ആയിപ്പോയി, ഞാനൊന്നും പഠിച്ചില്ല. എന്നാൽ സ്റ്റഡി ടൈം ടേബിൾ ഒന്നും ഇല്ലെങ്കിലോ, ഇന്ന് പഠിച്ചില്ല നാളെ പഠിക്കാം, ഇതാണ് സംഭവം. അപ്പോൾ ആ ഒരു തോട്ട്, നമ്മൾ എത്ര അവേഴ്സ് വേസ്റ്റ് ചെയ്തു, ആ ഒരു തോട്ട് നമ്മളിലേക്ക് വരും. അപ്പോൾ എങ്ങനെ നമ്മൾ മാക്സിമം നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കാം, ഓരോ അവേഴ്സും നമുക്ക് മാക്സിമം എങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ സ്റ്റഡീസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് അല്ലാത്ത ടൈമിന് ഇപ്പം ഫുഡ് കഴിക്കുക, അതേപോലെ തന്നെയുള്ള ആക്ടിവിറ്റീസിനൊക്കെ എങ്ങനെ സമയം കണ്ടെത്താം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ടൈം ടേബിൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് പാലിക്കാൻ പറ്റും. അപ്പോൾ ടൈം ടേബിൾ വേണമെന്ന് പറഞ്ഞാൽ എന്താ, മെയിൻലി ഡിസിപ്ലിൻ. ആ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് മെയിൻ പർപ്പസ്. ആ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാം. ആൻഡ് അതോടൊപ്പം തന്നെ നമുക്ക് ട്യൂഷൻ ഉണ്ടാവും, സ്കൂൾ ഉണ്ടാവും, സ്കൂളിലേക്ക് ഒരുപാട് ഹോംവർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ, അസൈൻമെന്റ്സ് അങ്ങനെ എല്ലാം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടെ കൃത്യമായിട്ടൊന്ന് ബാലൻസ് ആയി പോകണം. അതേപോലെ നമ്മൾ റിവിഷൻ കൃത്യമായിട്ട് ചെയ്യണം. പിന്നെ നമുക്ക് റിലാക്സേഷന്റെ ഒരു ടൈമും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവണം. അതേപോലെ നമ്മൾ എന്താ പറയാ, എന്ന് ഞാൻ സ്കൂളിൽ പോയി വീട്ടിലെത്തിയിട്ട് ഞാൻ നേരെ പഠിക്കാനിരിക്കുകയാണ്. ഞാൻ 5 മണിക്ക് പഠിക്കാനിരുന്നത് 11 മണി കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഞാൻ കംപ്ലീറ്റ്ലി ബേൺ ഔട്ട് ആയി പോകും അല്ലെ, ഞാൻ കംപ്ലീറ്റ്ലി ഇല്ലാണ്ടായി പോകും. അപ്പോൾ അതിന് പകരം നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് ഒരു കൃത്യമായിട്ടുള്ള ഗ്യാപ്പിൽ ഇപ്പം 5 മണി മുതൽ 11 മണി വരെ പഠിച്ചിട്ട് 11 മണിക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നതിനേക്കാൾ എത്രയോ നല്ലത് 5 മണി മുതൽ ഒരു 7 മണി വരെ പഠിച്ചിട്ട് പിന്നെ ഒന്ന് ഫുഡ് കഴിക്കാൻ പോയിട്ട് പിന്നെ വീണ്ടും ബാക്കി പഠിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടുള്ള ഇടവേളകളൊക്കെ എടുത്ത് കൃത്യമായിട്ടുള്ള ബ്രേക്ക് ഒക്കെ എടുത്ത് പഠിച്ചാൽ നല്ല രീതിക്ക് നമ്മളത് ഹെൽപ്പ് ചെയ്യും. അത് നമ്മളെ ടൈം മാത്രമല്ല, നമ്മളെ മൊത്തത്തിൽ നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും എല്ലാത്തിനെയും നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യും. സോ അതിനൊക്കെയാണ് നമുക്ക് ബേസിക്കലി ഒരു ടൈം ടേബിളിന്റെ ആവശ്യം. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള പോയിന്റ്സ്, നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് എടുക്കാം, ആവശ്യമില്ലാത്ത പോയിന്റ്സ് നിങ്ങൾക്ക് കളയാം. ടൈമും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്തോളാം. ആൻഡ് വൺ മോർ തിങ് ഞാൻ പറയുകയാണ് നിങ്ങളോട്, എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ, സ്കൂളിൽ പോകുന്ന ആ ഒരു യാത്രയുടെ ടൈമും സ്കൂളിൽ നിന്ന് വരുന്ന ആ ഒരു ടൈം ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. പക്ഷെ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പോലും മിനിമം 6 മണിക്കൂർ നിങ്ങൾക്ക് ഡെയിലി പഠിക്കാൻ കിട്ടുന്ന ഒരു സ്കെഡ്യൂളാണിത്. ആൻഡ് സ്കൂളിൽ പോകാനുള്ള ദിവസത്തെ, ഹോളിഡേ അല്ല, സ്കൂളിൽ പോകാനുള്ള ദിവസത്തെ ടൈം ടേബിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നമ്മൾ 3 ടൈപ്പ് ടൈം ടേബിൾസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ
ചില കുട്ടികൾക്ക് പഠിക്കാൻ ഇഷ്ടം ഏർലി മോർണിംഗ് ആയിരിക്കും, ഒരു 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ഇരുന്ന് പഠിക്കാനായിരിക്കും. മാത്സ് ഒക്കെ അങ്ങനെ അങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ഇരുന്ന് പഠിക്കുമ്പോൾ കുറെ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കിട്ടുക. പക്ഷെ ഞാൻ 4 മണിക്ക് എണീറ്റ് എന്താ സംഭവിച്ചാൽ ഞാൻ എണീച്ച് ഉത്തിരിക്കും, എന്നിട്ട് ഇതായിരുന്നു, ഒരു കാര്യമില്ലായിരുന്നു. അപ്പോൾ ചില കുട്ടികൾക്ക് 4 മണിക്ക് എഴുന്നേറ്റ് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. എന്നാൽ ചില കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും, ചില കുട്ടികൾക്ക് ലേറ്റ് നൈറ്റ് ആയിരിക്കും പഠിക്കാൻ പറ്റുക. അവർക്ക് രാവിലെ അത്യാവശ്യം നല്ലോണം സ്കൂളിൽ പോകുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേക്കൊക്കെ അവർ എണീറ്റ് വരിക, അതുവരെ അവർക്ക് കിടന്ന് ഉറങ്ങേണ്ടി വരും. അപ്പോൾ ലേറ്റ് നൈറ്റ് ഇരുന്ന് നല്ലപോലെ പഠിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ ചില കുട്ടികൾക്ക് എന്താ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചില കുട്ടികൾ ട്യൂഷനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടാവും. അപ്പൊ അവരുടെ സ്കെഡ്യൂൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടൈറ്റ് ആയിരിക്കും. നിഞ്ച ബാച്ച്, അസ്ത്ര ബാച്ച്, യോധ ബാച്ചിൽ 8th CBSE, 9th CBSE, 10th CBSE ഒക്കെ ഉള്ള മക്കള്, അവർക്ക് 7 മണി മുതൽ 8:30 വരെ ട്യൂഷൻ ഉണ്ട് അല്ലെ. അപ്പോൾ അവരെങ്ങനെ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യും? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ 3 ടൈം ടേബിൾസ് ആണുള്ളത്. ഫസ്റ്റ് വൺ നമുക്ക് നമ്മളെ നിഞ്ച ബാച്ചിലും യോധ ബാച്ചിലും അസ്ത്ര ബാച്ചിലും ഒക്കെ ഉള്ള കുട്ടികളിലേക്ക് ഇറക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിൽക്കുക. നമ്മൾ 6 മണിക്ക് എഴുന്നേറ്റിട്ട് 11 മണിക്ക് കിടന്ന് ഉറങ്ങുന്ന പോലെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ആണ് ഞാൻ സ്ക്രീനിൽ മാറാം. നിങ്ങൾ എന്ത് ചെയ്യാം മക്കളെ, ജസ്റ്റ് ഈ ടൈം ടേബിൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ആ ഒരു ടൈം ടേബിളിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇനി എന്തെങ്കിലും ആൾട്ടറേഷൻസ് വരുത്താണെങ്കിൽ നിങ്ങൾ വരുത്തിക്കൂടാ. എന്നിട്ട് ജസ്റ്റ് ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ, ഒരു സ്റ്റഡി റൂട്ടീൻ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നെക്സ്റ്റ് വൺ ഈസ് ഫോർ നൈറ്റ് ഓൾ ടൈം ടേബിൾ, അഥവാ രാത്രി കുറെ നേരം ഇരുന്ന് പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട്. അവരാകുമ്പോൾ എന്താ ചെയ്യുക, അവര് രാവിലെ കുറച്ച് എണീക്കില്ല, ഒരു 7 മണിക്കൊക്കെ എഴുന്നേൽക്കുള്ളൂ അല്ലെ. അപ്പൊ 7 മണിക്ക് എഴുന്നേറ്റ് രാത്രി 12 മണി വരെ പഠിക്കുന്ന ഒരു ടൈം ടേബിൾ. എന്നാലും സ്ലീപ്പ് കൃത്യമായിട്ട് 7 മണിക്കൂർ, 7 hours സ്ലീപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈം ടേബിൾ ആണത്. അതും ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഞാൻ സ്ക്രീനിൽ മാറിയിട്ടുണ്ട്, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം മക്കള്. ഓക്കെ, നെക്സ്റ്റ് വൺ, രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് മോർണിംഗ് ബേർഡ് ടൈം ടേബിൾ. വേഗം ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. രാവിലെ ഒരു 4:30 നിങ്ങൾ എണീക്കുക, കൃത്യമായിട്ട് ഒരു 4:30 എണീക്കുക. 4:30 to 6:30 എന്ന് പറയുന്നത് ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈം ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അതിന്റെ റീസൺ എന്താ അറിയണം, നിങ്ങൾ 4:30 എണീറ്റ് കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരായിട്ട് ഒരു കാര്യമില്ല. പക്ഷെ എന്തുകൊണ്ട് 4:30 to 6:30 പ്രൊഡക്റ്റീവ് ആവുന്നു, എന്തുകൊണ്ട് രാത്രി സമയം അങ്ങനെ പ്രൊഡക്റ്റീവ് അല്ല എന്ന് പറയുന്നു? റീസൺ സിമ്പിൾ ആണ്. 4:30 to 6:30 നമ്മുടെ വീട്ടിൽ ആരും ഉണ്ടാവില്ല, ഐ മീൻ ആരും എഴുന്നേറ്റിട്ടുണ്ടാവില്ല. വീട്ടിൽ നമുക്ക് അനിയന്മാരും അനിയത്തിമാരും ചേട്ടന്മാരും ചേച്ചിമാരും അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ടാവും. ഇവരാരും 4:30 to 6:30 എണീക്കില്ല. പക്ഷെ ഇവരെല്ലാവരും മിക്കവാറും ഉറങ്ങാൻ ഒരു 12 മണിയൊക്കെ ആവാൻ മതി അല്ലെ. 11:30 12 മണിയൊക്കെ ആവാൻ മതി. സീരിയലൊക്കെ കണ്ട് അതൊക്കെ പറഞ്ഞിരുന്ന് രാത്രി ഉറങ്ങാൻ ലേറ്റ് ആവാൻ മതി. പക്ഷെ മോർണിംഗ് ആരും ഈ ഒരു സമയത്ത് എഴുന്നേൽക്കില്ല. ആൻഡ് മോർ ഓവർ, നിങ്ങളിപ്പം ഒരു ടൗൺ ഏരിയയിലൊക്കെയാണ് നിങ്ങളുടെ വീടെങ്കിൽ ചുറ്റുള്ള വാഹനങ്ങളുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ രാത്രി ഉണ്ടാവും. അമ്പലത്തിന്റെ അടുത്താണെങ്കിൽ അമ്പലത്തിൽ നിന്നുള്ള പാട്ട്, അമ്പലത്തിന്റെ അടുത്താണെങ്കിൽ അതൊരു എക്സെപ്ഷണൽ കേസാണ്, ഞാൻ മാറ്റി വെക്കാണ് ഞാൻ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരുപാട് സൗണ്ടും കാര്യങ്ങളൊക്കെ രാത്രി സമയത്ത് ഉണ്ടാവും. എന്നാൽ മോർണിംഗോ ഇവരാരും എഴുന്നേറ്റുണ്ടാവില്ല, വാഹനങ്ങളുടെ സൗണ്ടും ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഒരു ടൈമാണ് 4:30 to 6:30. പക്ഷെ അമ്പലത്തിന്റെ അടുത്താണെങ്കിൽ അമ്പലത്തിൽ നിന്നുള്ള പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, അമ്പലത്തിന്റെ അടുത്താണെങ്കിൽ അതൊരു എക്സെപ്ഷണൽ കേസാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു വളരെ ഡിസ്ട്രാക്ഷൻസ് മിനിമൽ ആയിട്ടുള്ള ആ ഒരു സമയം നല്ലൊരു സമയമാണ് നിങ്ങൾ എണീറ്റിരുന്ന് ഉറങ്ങാതിരിക്കുമെങ്കിൽ. പിന്നെ എണീറ്റിരുന്ന് ഉറങ്ങാന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിന്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ അങ്ങനെ ആ ഒരു സമയത്ത് എഴുന്നേറ്റ് ശീലമില്ലാത്തതുകൊണ്ടാണ്. നമ്മളൊരു 4-5 ദിവസം അടുപ്പിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ശീലമായിക്കോളും. പിന്നെ നമ്മൾ ഉറങ്ങുന്നില്ല, എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചോളും. ഓക്കെ, വേണമെങ്കിൽ നമുക്കത് ഫോളോ ചെയ്യാം. ഓക്കെ, അങ്ങനെ 4:30 എഴുന്നേറ്റിട്ട് രാത്രി 10:30 കിടന്നുറങ്ങുന്ന ആ ഒരു ടൈം ടേബിൾ. 10:30 to 4:30, 10:30 to 4:30 നമുക്ക് നല്ലൊരു എമൗണ്ട് ഓഫ് ടൈം നമുക്ക് സ്ലീപ്പും കിട്ടും. അപ്പൊ ഈ 3 ടൈം ടേബിൾസിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതിൽ ഓക്കെ, ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ മക്കൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. എന്നിട്ട് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് മക്കൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ, ഐ മീൻ മക്കൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം ടേബിൾ ചൂസ് ചെയ്യുക. ആദ്യം നിങ്ങൾ ഏർലി ബേർഡ് ആണോ, നൈറ്റ് ഔൾ ആണോ, അല്ലെങ്കിൽ ഈവനിങ് ട്യൂഷനുള്ള അസ്ത്ര ബാച്ചിലോ നിഞ്ച ബാച്ചിലോ യോധ ബാച്ചിലുള്ള കുട്ടികളാണോ എന്ന് നോക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള ആൾട്രേഷൻസ് വരുത്തിയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ അല്ലെ. സോ നമുക്ക് ഈ ടോപ്പേഴ്സിലൊക്കെ മാർക്ക് വാങ്ങുന്ന പോലെ തന്നെ നമുക്കും മാക്സിമം മാർക്ക് വാങ്ങിയിട്ട് വേണം ഈ ആനുവൽ എക്സാമിനേഷൻ നമുക്ക് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുള്ള ഈച്ച് ആൻഡ് എവറിത്തിങ് നിങ്ങൾക്ക് സൈലത്തിന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചുകളിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. സോ മക്കൾ 8ാം ക്ലാസ്സിലാണെങ്കിൽ സൈലത്തിന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചിന്റെ പേര് എന്ന് പറയുന്നത് യോധ ബാച്ച് ആണ്. 9ാം ക്ലാസ്സിലാണെങ്കിൽ നിഞ്ച ബാച്ച് ആണ്. 10ാം ക്ലാസ്സിലാണെങ്കിൽ അസ്ത്ര ബാച്ച് ആണ്. അസ്ത്ര ബാച്ചിൽ അസ്ത്ര 2.0 നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ബാച്ചുകളിലേക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിൽ 8th CBSE ആകെ വരുന്ന ഫീസ് 3,250. 9th CBSE ആകെ വരുന്ന ഫീസ് 3,750. 10th CBSE ആകെ വരുന്നത് 4,250. ആകെ ഇത്രയാണ് ഫീസ് വരുന്നത്. ഓരോ 3 ക്ലാസ്സിലേക്കായിട്ട് വരുന്ന ഫീസാണ്. ഇത് ഒരു സബ്ജക്റ്റിനാണോ? അല്ല. ഫിസിക്സ് 8ാം ക്ലാസ്സിലേക്കാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, സയൻസ് സബ്ജക്ട്സ് എല്ലാം, സോഷ്യൽ സ്റ്റഡീസ് എല്ലാം, മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി 8ാം ക്ലാസ്സിലേക്ക്.
9th സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, മാത്സ്, ഇംഗ്ലീഷ്. 10th ഈ പറഞ്ഞ തന്നെ, ഇപ്പം 9th പറഞ്ഞാൽ തന്നെ മാത്സ്, സോഷ്യൽ സ്റ്റഡീസ്, സയൻസ്, ഇംഗ്ലീഷ്, ഇതിനെല്ലാത്തിനും കൂടിയാണ് ഫീസ്. എൻ്റെ 1 മാസത്തേക്കാണോ അല്ല, ഈ അക്കാദമിക് ഇയർ മുഴുവൻ. നവംബറിൽ നമ്മൾ സിലബസ് തീർക്കും. നവംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസംബർ, ജനുവരി ഫുൾ റിവിഷൻസ് ആണ്. അത് ഉൾപ്പെടെ നമ്മുടെ ഇൻസ്റ്റാളിൻ മെറ്റീരിയൽസ് ഉൾപ്പെടെ എല്ലാം കംപ്ലീറ്റ് പാക്കേജ് അടക്കമാണ് ഈ ഒരു ഫീസ് ഓരോ ബാച്ചിൽ വരുന്നത്. 8th 3,250, ഒരു 500 കൂട്ടി കഴിഞ്ഞാൽ 9th ഫീസായി, വീണ്ടും ഒരു 500 കൂട്ടി കഴിഞ്ഞാൽ 10th ഫീസായി. ഒരു 3 ഷർട്ടും 2 പാൻറ്റും എടുക്കുന്ന എമൗണ്ട്. സോ മക്കൾ എല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക, ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യുക. മാക്സിമം നല്ല രീതിയിൽ ഡെയിലി ഒരു 1.5 hour ക്ലാസ് ഉണ്ടാവുള്ളൂ. 1 hour to 1.5 hour അത്ര മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ. മാക്സിമം നല്ല രീതിയിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ മിനിമം ആനുവൽ എക്സാമിനേഷന് 90% മാർക്ക് വാങ്ങാൻ നമുക്ക് പറ്റും. ഉറപ്പ് തരാണ്. നിങ്ങൾ ജസ്റ്റ് സാറ് പറഞ്ഞു നോക്കണ്ട, നിങ്ങൾ നിങ്ങളെ CBSE ചോദിച്ചു നോക്കാം. ഇപ്പൊ 10th CBSE പാസ് ഔട്ട് ആയിട്ട് റിസൾട്ട് വന്ന് +1 എത്തി നിൽക്കുന്ന കുട്ടികളില്ലേ, അവരോട് ചോദിച്ചു നോക്കാം, നിങ്ങൾ അസ്ത്ര ബാച്ചിൽ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു അസ്ത്ര ബാച്ചിന്റെ അവസ്ഥ? അല്ലെങ്കിൽ ഇപ്പൊ 9th പഠിക്കുന്ന മക്കളോട് ചോദിച്ചു നോക്കാം, എന്താണ് നിഞ്ച ബാച്ചിന്റെ അവസ്ഥ, ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ട് ചോദിച്ചു നോക്കാം. അവര് പറഞ്ഞുതരും എന്താണ് നമ്മുടെ സൈലത്തിന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചസിന്റെ അവസ്ഥ, എന്താണ് അതിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളെന്ന്. സോ ദാറ്റ്സ് ഓൾ. ബൈ.